ഇങ്ങനെ ആരാണ്? ഇവന് തുല്യം പറയാൻ ആരുണ്ട് ഈ ഭൂമിയിൽ? ഇവന് തുല്യം പറയാൻ ആരുണ്ട്? ആയിരങ്ങളിൽ സുന്ദരനായവൻ, ഉന്നതനും ഉയർന്നിരിക്കുന്നവനുമായവൻ, ഉയർന്ന ഭൂമിയുമായ സുഖാത്തിരുന്നവൻ. ഇപ്പോൾ അവനെ കണ്ടാൽ ആളറിയാത്ത വിധത്തിൽ, മനുഷ്യനല്ല എന്ന് പറയത്തക്കോണം, രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കുന്ന സൗന്ദര്യവുമില്ലാത്തവനായി തീർന്നു. മനുഷ്യരാൽ അവൻ മനുഷ്യനല്ല, പക്ഷേ സൃഷ്ടാവായ ദൈവമാണ്. അവൻ ഈ ഭൂമി വന്നപ്പോൾ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടു, ത്യജിക്കപ്പെട്ടു, വ്യസനപാത്രമായി, രോഗം ശീലിച്ചവനായി. അവന് കാണുന്നവർ മുഖം മറച്ചുകളെ, പിന്നെ ഒന്നുകൂടെ നോക്കാൻ കഴിയാത്ത വിധത്തിൽ നഗ്നനായി കിടക്കുക. വില്ലായ്മയെ വിചാരിച്ചു അവൻ വലിയ രാജകുറ്റം ചെയ്തതാണ്, അതുകൊണ്ടാണ് അവനെ ഇങ്ങനെ ചെയ്തെന്ന് നാം വിചാരിച്ചു. പിന്നെ അവന്റെ വസ്ത്രം ഉരിഞ്ഞെടുത്തു. കാരണം സ്വന്തം നീ തേജസ്സിന്റെ വസ്ത്രം, അവന്റെ യഥാർത്ഥ തേജസ് നിന്നിൽ വരാൻ സ്വത്രം, ഒരിക്കൽ നീ തേജസ്സിന്റെ വസ്ത്രം ഏതൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ടത് നിനക്ക് മടക്കി തരുവാൻ അവൻ നഗ്നനായി ക്രൂശിൽ കിടക്കുകയാണ്. ഹല്ലേലൂയ. ഇങ്ങനെ ആരാണ്? ഇവന് തുല്യം പറയാൻ ആരുണ്ട് ഈ ഭൂമിയിൽ? ഇവന് തുല്യം പറയാൻ ആരുണ്ട്? അതാണ് സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ മടങ്ങുന്നവനെയാണ് നാം സേവിക്കുന്നത്.